മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ GN സായിബാബയെ കുറ്റവിമുക്തനാക്കി. GN സായിബാബ അടക്കം 6 പ്രതികളെയാണ് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് കുറ്റവിമുക്തരാക്കിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് വരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? 2017 GN സായിബാബയടക്കം 6 പേർക്ക് ജീവപര്യന്തം കഠിന തടവ് ഗഡ്ചിറോലിയിലെ സെഷൻസ് കോടതി വിധിക്കുന്നത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുള്ള കേസാണ്. വിവിധ ലഘുലേഖകളും മറ്റും പിടിച്ചെടുത്തു. ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്നതായിരുന്നു ആരോപണം. പക്ഷേ പിന്നീട് 2022 ബോംബെ ഹൈക്കോടതിയെ GN സായിബാബ സമീപിക്കുകയായിരുന്നു. വിചാരണ നടപടിക്കുള്ള അനുമതി കിട്ടാതെയാണ് വിചാരണ തുടങ്ങിയതെന്നടക്കമുള്ള പല കാരണങ്ങൾ നിരത്തിയാണ് അദ്ദേഹം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, ബോംബെ ഹൈക്കോടതി 2022 ഒക്ടോബറിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷേ അതേ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഉടനടി തന്നെ ഈ വിധി റദ്ദാക്കിക്കൊണ്ട് വിശദമായ വാദം കേൾക്കണം എന്ന് പറഞ്ഞു. പിന്നീട് വിശദമായ വാദം കേട്ടതിന് ശേഷം ഹൈക്കോടതി ഈ കേസിന്റെ മെറിറ്റുകളിലേക്ക് കടക്കാതെയാണ് തീരുമാനമെടുത്തതെന്നും വിശദമായൊരു വിചാരണ ഹൈക്കോടതിയിൽ തന്നെ നടക്കണമെന്നും ഉത്തരവിടുകയുണ്ടായി. പിന്നീട് നീണ്ട വിചാരണക്കൊടുവിലാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി വീണ്ടും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത്. അദ്ദേഹം അടക്കം 6 പേരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ഇതിലൊരു പ്രതി കോടതിയിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ GN സായിബാബയുടെ കുടുംബവുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. 10 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ 2022 ഇത്തരമൊരു വിധി ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയത് പോലെയുള്ള ഒരു നടപടികൾ ഉണ്ടാകില്ല എന്നതാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്നും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും നാഗ്പൂരിലുള്ള സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ GN സായിബാബ ഉള്ളത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്നും ചേർന്നത്. GN സായിബാബയെ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചാണ് സായിബാബയെ തടവിലാക്കിയത്. 10 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് നീതിയുടെ വെളിച്ചം സായിബാബയെ തേടിയെത്തിയിരിക്കുന്നത്.